ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം PK വീരമണിദാസന് ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ സമ്മാനിച്ചു. പതിറ്റാണ്ടുകളായി ഭക്തിഗാന രംഗത്തും അയ്യപ്പ ഭക്തിഗാന മേഖലയിലും നൽകിവരുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകിയത്. തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം എന്നീ ഭാഷകളിലായി ഏകദേശം 6000 ഭക്തിഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. കല്ലും മുള്ളും കാലുക്കുമെത്തെ, മണികണ്ഠസ്വാമി, ശബരിമല ജ്യോതിമല തുടങ്ങിയ ആൽബങ്ങളും ഗാനങ്ങളും അതിൽ എടുത്തു പറയേണ്ടവയാണ്. കൂടാതെ ചടങ്ങിൽ PK വീരമണിദാസന് മന്ത്രി അഭിനന്ദനം അറിയിച്ചു. ഹരിവരാസനം പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ വ്യക്തിയാണ് അദ്ദേഹമെന്നും ഏതെങ്കിലും സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കഴിവും അർഹതയും മാത്രം പരിഗണിച്ചാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയുടെ പ്രാധാന്യം ഭക്തരിലേക്ക് എത്തിക്കുന്നവരെ ആദരിക്കുന്നതിനായാണ് ഹരിവരാസനം പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടുകാരനായ വീരമണിദാസൻ തമിഴ് ഭാഷയുടെ ശക്തിയും ഓജസ്സും നമുക്ക് കാട്ടിത്തന്ന ആളാണ്. പത്മശ്രീ ഉൾപ്പെടെയുള്ള വലിയ പുരസ്കാരങ്ങളിലേക്കുള്ള തുടക്കമാവട്ടെ ഇതെന്നും മന്ത്രി ആശംസിച്ചു. മുൻവർഷ ഹരിവരാസനം പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥന്റെ വാക്കുകൾ ചടങ്ങിൽ മന്ത്രി ഓർമ്മിപ്പിച്ചു. ഹരിവരാസനം പുരസ്കാരം ലഭിച്ചതോടെ താൻ മഹത്വവൽക്കരിക്കപ്പെട്ടെന്നും ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമാണിതെന്നും ആലപ്പി രംഗനാഥ് പറഞ്ഞിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം എല്ലാം അയ്യപ്പ ഭഗവാന്റെ നിയോഗമാണെന്നും ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസൻ പറഞ്ഞു. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പതിറ്റാണ്ടുകളായി സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന തനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ അവാർഡാണിത്. ഏറെ സന്തോഷവും അഭിമാനവുമാണ് ഈ നിമിഷമുള്ളത്. ശ്രീ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാഭാഗോ சாஸ்திரி துப்யம் நமோ நம. சுவாமியே சரணமையப்பா. எல்லாம் வல்ல ஐயப்பனோட அருமருகத்தால் இந்த 2024ஆம் ஆண்டு ஹரிவராசனம் விருது ஐயப்பனோட சன்னிதானத்தில் சபரிமலையில் அடியனுக்கு இன்று வழங்கப்பட்டது. அனைத்து தேவசம் போர்டில் இருக்கக்கூடிய அனைத்து உறுப்பினர்களுக்கும், அமைச்சர் அவர்களுக்கும் மற்றும் இதில் இருக்கக்கூடிய ஒவ்வொருவருக்கும் எனது சிரம் தாழ்ந்த நன்றிகளை தெரிவித்துக் கொண்டு, இத்தனை புகழுக்கும் பெருமைக்கும் காரணம் சாட்சாத் எல்லாம் வல்ல அந்த ஐயப்பன். அதற்கு மேலாக எனது ரசிகர்கள், இசையமைப்பாளர்கள், கவிஞர்கள், பாடலாசிரியர்கள், இயக்குநர்கள், தயாரிப்பாளர் ஆகிய அனைவருக்குமே இந்த விருதினை நான் சமர்ப்பணம் செய்கின்றேன். சுவாமி சரணம், சுவாமியே சரணம் ஐயப்பா. സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമോദ് നാരായണൻ MLA അധ്യക്ഷത വഹിച്ചു. MLA-മാരായ KU ജനീഷ് കുമാർ, തോട്ടത്തിൽ രവീന്ദ്രൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, ജില്ലാ കളക്ടർ A ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.